ഹലോ, ക്ലോത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഹൽദിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ കളർ ഡൈയിങ് ചെയ്തിട്ടാണ് നമ്മൾ ഹൽദിയുടെ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. പക്ഷെ അത് നല്ലൊരു ഫ്ലോപ്പായിരുന്നു. നമ്മൾ ഡൈയിങ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ ഡൈയിങ് ചെയ്തു. ഫസ്റ്റ് ഡൈ ചെയ്തതിൻ്റെ കളറൊന്നും വ്യത്യാസം വന്നപ്പോൾ രണ്ടാമതും ഡൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ ഫ്ലോപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നോർമൽ ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു അനാർക്കലിയാണ് ഞാൻ ചെയ്തെടുത്തതാണ്. അതിനായിട്ട് ഞാനൊരു 5.25 മീറ്റർ ജോർജറ്റ് മേടിച്ചിട്ടുണ്ട്. 4 മീറ്റർ അനാർക്കലിക്കും 1.25 മീറ്റർ ഷോളിനും. ഷോൾ സെൻറ്റർ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മുകളിലോട്ട് ഒരു 3/4 മീറ്റർ വർക്കായിട്ടുള്ള ഒരു ത്രെഡ് വർക്കായിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ക്രേപ്പും നമ്മൾ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കളർ ചെയ്യേണ്ട പോർഷൻ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു മാർക്കിംഗ് പോലെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഷോളും ഇതുപോലെ തന്നെയാണ് ടൈ ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 മീറ്റർ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അത് സെൻറ്റർ ജോയിനിങ് ആണ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു 2.5 മീറ്റർ ഷോൾ ലെങ്ത് കിട്ടും. 2 പീസായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷോളും നമ്മൾ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ഡൈ ഫിക്സിങ്ങും കിട്ടും. നമുക്കത് 25 രൂപയും 10 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡൈ ചെയ്യുക. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് പൊടി നമ്മൾ വിതറിയിട്ട് ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. ഒരു പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. റെഡ് കളറാണ്. ഓൾറെഡി ഞാൻ ഒരു യെല്ലോ കളറുള്ള ഒരു ജോർജറ്റാണ് എടുത്തത്. അതിൽ റെഡ് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഓറഞ്ച് വര യെല്ലോയും റെഡും മിക്സ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു പോർഷൻ നമ്മൾ ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊരു തണുത്ത വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഡൈ ഫിക്സർ ഇതുപോലെ ഒരു 5-6 ലിറ്ററിൽ ആ ഒരു പാക്കറ്റ് ഡൈ ഫിക്സർ ഇട്ടിട്ട് നമ്മളൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ തോരയിടുക, ഉണങ്ങാനായിട്ട് തോരയിടുക. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്ത കാരണം കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം ഞാൻ നമ്മുടെ ലൈനിങ് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ആസ് യൂഷ്വൽ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 0.5 കുറയ്ക്കുക. 14 ആണെങ്കിൽ 14 എടുക്കുക. അതിൻ്റെ ഹാഫ് 7, അതിന് 0.5 കുറച്ചാൽ 6.5. പിന്നെ ചെസ്റ്റിൻ്റെ കൂടെ നമ്മളുടെ ആക്ച്വൽ ചെസ്റ്റിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ യോക്ക് ലെങ്ത്ത് ഞാനിതിൽ ഇച്ചിരി കുറവാണ് എടുത്തതാണ്. ഒരു 12.5 ഇഞ്ചാണ് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ. ശേഷം വരുന്ന യോക്ക് മെറ്റീരിയൽ ഞാൻ പിന്നെ പറയാം കേട്ടോ. അതിന് ഒരു 7.5 ഇഞ്ച്, ഒരു 2 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടിട്ട് ലൂസ് കൂടുതലിട്ടിട്ട് 7.5 ഇഞ്ചാണ്. അതായത് ആക്ച്വൽ വേസ്റ്റിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടിയിടുക, അതിന് 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് നമ്മൾ ഈ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് സീം അലവൻസോട് കൂടിയിട്ടാണ് ഈ സംഭവം ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓരോരുത്തരുടെ അളവനുസരിച്ച് നമ്മളുടെ ലൂസ് ആഡ് ചെയ്യണത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറയണതാണ്. ചിലവർക്ക് ഒരു ആം ഹോളിൻ്റെ അവിടെ ഒരു ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇഞ്ചൊക്കെ ലൂസ് ഇടാം. നിങ്ങൾക്ക് വയറിൻ്റെ അവിടെ അധികം ടൈറ്റ് വേണ്ടെങ്കിൽ അവിടെ ഒരു 2.5 ഇഞ്ച് ലൂസ് ഇടാം. പിന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും കുഴിച്ച് വെട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് മെയിൻ പോർഷൻ ഉണ്ടല്ലോ, മെയിൻ മെറ്റീരിയൽ നമ്മൾ പ്ലെയിൻ ജോർജറ്റിൽ ഇതുപോലെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വർക്ക് മെറ്റീരിയലിൽ നമ്മൾ യോക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനത് പ്ലെയിൻ ജോർജറ്റ് ഒരു 12.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തതെങ്കിൽ വർക്ക് മെറ്റീരിയലിൽ ഞാനൊരു 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ യോക്കിൻ്റെ പോർഷനിൽ വർക്ക് മെറ്റീരിയൽ അറ്റാച്ച്ഡ് അല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വേണം വരുന്നത്. പിന്നെ ചെറിയൊരു നോർമൽ സ്ലീവാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സിന് അപ്ലൈ ചെയ്തതാണത്. അപ്പോൾ നോർമലി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യണ പോലെ തന്നെ ആം ഹോളിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് ഡയഗണലി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ ബൈസെപ്സിൻ്റെ അളവ് ഹാഫ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഷേപ്പ് ചെയ്തിട്ട് സീം അലവൻസ് വിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. നെക്ക് ഞാനൊരു പ്രിൻസസ് നെക്കാണ് കൊടുത്തത്. ആലിൽ നെക്കെന്ന് നമ്മൾ നോർമലി പറയണ പോലെ ആ ഒരു ചെറിയൊരു ഷേപ്പ് ഞാനത് നെക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുക ക്യാൻവാസിൽ. എന്നിട്ട് അത് ആസ് യൂഷ്വൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രസ്സായി വരും. അതിന് ശേഷം നമ്മളുടെ
ജോർജറ്റ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക. യോക്ക് പോർഷനിൽ വരുന്ന വർക്ക് മെറ്റീരിയൽ ഇപ്പം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമ്മളൊരു 4-5 ഇഞ്ച് വിട്ടിട്ട് വേണം. സെൻറ്ററിൽ മാത്രമാണ് ഞാൻ പ്ലീറ്റ് കൊടുത്തേണ്ടത്. ബാക്കിലും കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ആ ഡൈൻ ചെയ്ത ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു കുറച്ചധികം കൂടുതൽ ഉള്ളിലോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ശേഷം നമ്മൾ ഇതുപോലെ പിൻ ചെയ്യുക. അതായത് മുകളിൽ നമ്മൾ ബോൾ പിന്ന് യൂസ് ചെയ്ത് പിൻ ചെയ്തിട്ട് ഇതുപോലെ അടി പോർഷൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സെൻറ്റർ പ്ലീറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ എ ലൈനിലാണ് നമ്മളുടെ അടി പോർഷൻ ലൈനിങ് കട്ട് ചെയ്തതാണ്. അത് ഈ പ്ലീറ്റ് പോർഷനായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജോർജറ്റ് പീസാണ് നമ്മൾ ഈ പ്ലീറ്റ് പോർഷൻ്റെ ഒപ്പം ആദ്യം അറ്റാച്ച് ചെയ്യണത്. അതിനുശേഷമാണ് നമ്മൾ വർക്ക് മെറ്റീരിയൽ, അതായത് ആ ഒരു യോക്ക് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളുടെ ഇതിൻ്റെ അടി പോർഷൻ ആദ്യം മടക്കിയടിക്കണം കേട്ടോ, വർക്ക് മെറ്റീരിയലിൻ്റെ. അതിനുശേഷം നമ്മളുടെ ആം ഹോളും ഷോൾഡറും ചെസ്റ്റിൻ്റെ സൈഡും മാത്രമാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആ യോക്ക് പോർഷൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇടാൻ ചെയ്യണത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ ലുക്ക് വേറെയാണ്. ഇതുപോലെ ചുമ്മാ ഇടുമ്പോഴും കുറച്ചധികം ലൂസ് ഇട്ടാലും അത് നമുക്ക് ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുറച്ച് ടൈറ്റിലാണ് ചെയ്യണമെങ്കിൽ അധികം ഡിഫറൻസ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാതെ ഇട്ടാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതൽ മെറ്റേണിറ്റിയുടെ ഒരു സിബൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇത്. അപ്പോൾ അങ്ങനെ മെറ്റേണിറ്റി നമുക്ക് ഫീഡിങ് സിബൊക്കെ വെക്കുന്നവർക്ക് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ അലൽ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വരുമ്പോൾ, ആ പ്രിൻസസ് നെക്കിൻ്റെ ആ ഷേപ്പ് വരുമ്പോൾ മാത്രം ഒന്ന് ഈ നെക്ക് അറ്റാച്ച് ചെയ്യണോടത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യമായിട്ട് ചെയ്യണവരുണ്ടെങ്കിൽ ബോൾ പിന്ന് യൂസ് ചെയ്ത് നമ്മളത് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പെർഫെക്ഷനിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നെക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹെമ്മിങ് അല്ല ചെയ്യണത്, ടോപ്പ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ചില മെറ്റീരിയൽക്ക് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ നമ്മൾ കവർ ചെയ്തടിക്കുകയാണ് ചെയ്തത്. ശേഷം നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഇതിൽ വലിയൊരു ഡിസൈനും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടില്ല. കളർ ഡൈയിങ് മാത്രമാണ്, യോക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഞാൻ എക്സ്ട്രാ ഒരു ഇത് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ സൈഡ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ സൈഡ് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അടിമടക്കടിക്കുക. ഷോളിൻ്റെ സെൻറ്ററും കൂടി ഞാനിതുപോലെ 1.25 മീറ്റർ എടുത്തില്ലോ, അത് ഞാനിത് സെൻറ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ വരുന്നത് ഇതാണ്. യോക്കിൻ്റെ പോർഷൻ ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ കളർ ഡൈയിങ്ങിൽ വന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടാമതും ഡൈ ചെയ്തപ്പോൾ ആ കളറൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ ഡബിൾ ഷെയ്ഡായിട്ട് വന്നു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. താങ്ക്